മക്കളില്ല വരുന്നേ? അതേ ചായ, അത് നമ്മുടെ മക്കളാ. അപ്പ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്കൊന്നും വേണ്ട. ഇനിയുള്ള കാലം എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ചാൽ മതി. മക്കളെ, ഈ ലോകത്ത് നമ്മൾ നേടുന്നതൊന്നും ശാശ്വതമല്ല. നമ്മളിവിടെ പരദേശികളാണ്. നമ്മളിവിടെ നേടിയതായ മണ്ണും പണവും സ്വത്തും ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നിങ്ങളൊരു കാര്യം ഓർക്കണം. നിങ്ങൾ യൗവനക്കാർ. ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം കൊടുക്കുക. എങ്കിൽ മാത്രമേ അവൻ നിങ്ങളെ നരയ്ക്കുമ്പോഴും ചുമക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. അതല്ലാതെ നമ്മുടെ ജീവിതം ഒന്നും ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമേ കർത്താവ് വീണ്ടും വരുമ്പോൾ ഒരുമിച്ചെടുക്കപ്പെടുകയുള്ളൂ. അതിന് ഇനിയുള്ള കാലം നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അതായിരിക്കണം മക്കൾ നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം.